ഓരോ നാമരൂപങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. ഒരു ഗുരു ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു നദിയാണ്. പരബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. അപ്പോൾ ഈ നദി, ഇപ്പോൾ ഒരു ഗംഗാ നദി ചെന്നൊരു കടലിൽ ഒരു ഓഷ്യനിൽ ലയിക്കുമ്പോൾ ആ നദി പിന്നെ എന്തായി മാറും? കടലായി മാറും. അതാണ് തത്വമസി. ഋഷി, ഇപ്പം ഗുരു എന്ന ഒരു വാക്ക്, അതിൽ ആ 2 അക്ഷരങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന അർത്ഥമുണ്ട്. അതായത് ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ വെളിച്ചം. അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരാൾ. അതെ. അപ്പോൾ ഈ ഗുരു, ഇപ്പോൾ സായിബാബ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സായിബാബ പലരുടെയും ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ, അതായത് അദ്ദേഹം എങ്ങനെയാണത്, മരിച്ചുപോയ ഒരാളാണ്, ഇന്നില്ല, പക്ഷെ എങ്ങനെയാണ് ഇന്നും ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആവുന്നത്? ഓക്കെ, ഒരു സായിബാബ എന്ന് പറയുന്നത് ഷിർഡി സായിബാബയെ കുറിച്ചിട്ടാണ്. ഷിർഡി സായിബാബ ഒരു ഏകദേശം 1918 സമാധിയായത്. ഒരു ഗുരു ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു നദിയാണ്. പരബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. അപ്പോൾ ഈ നദി, ഇപ്പോൾ ഒരു ഗംഗാ നദി ചെന്നൊരു കടലിൽ ഒരു ഓഷ്യനിൽ ലയിക്കുമ്പോൾ ആ നദി പിന്നെ എന്തായി മാറും? കടലായി മാറും. അതാണ് തത്വമസി. അതായത് നമ്മൾ ഒരു വ്യക്തി, അതെ, ഒരു വ്യക്തി ഈശ്വരനിൽ ലയിക്കുമ്പം ആ വ്യക്തി ഇല്ലാതാവും. അതിനെയാണ്, ലയിക്കുന്ന പ്രോസസ്സിനെയാണ് ബോധോദയം, എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധൻ മനുഷ്യനായിട്ട് ജനിച്ച് മരിച്ച ഒരു വ്യക്തിയല്ലേ. അപ്പോൾ ബുദ്ധനെ അതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. കാരണം ആ ശൂന്യതയിലേക്ക് ലയിക്കുമ്പം ബുദ്ധനെ എല്ലാവരും ആരാധിക്കുന്നില്ല, മഹായാന ബുദ്ധിസമാണ് ആരാധിക്കുന്നത്. തെറവാഡ ബുദ്ധിസം ബുദ്ധനെ ആരാധ്യ ഇതായിട്ട് വരുന്നില്ല. അപ്പോൾ അവർക്ക് സങ്കല്പങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഒരു ഗുരു, അതുകൊണ്ടാണ് നമ്മൾ അഗസ്ത്യ മുനിയെ ആരാധിക്കുന്നത്. എല്ലാവരും ഗുരുക്കന്മാരാണ്. നമ്മളിപ്പോൾ ഹിന്ദു മതത്തിൽ ആരാധിക്കുന്ന ഒട്ടുമിക്ക ദൈവങ്ങൾ എന്ന് നമ്മൾ പറയുന്നവരും ആക്ച്വലി ഗുരുക്കന്മാരാണ്, ഇവിടെ ജീവിച്ച് മരിച്ചവരാണ് അല്ലേ. മിക്ക ഗുരുക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം അത് അങ്ങനെ ഒരു യോഗി വര്യനാണ് ഷിർഡി സായിബാബ. അപ്പം ഷിർഡി സായിബാബ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സമാധിക്ക് ശേഷവും, ഇപ്പോൾ ഷിർഡി സായിബാബ എന്ന് പറയുന്നത് നമുക്കൊരു മതത്തിൽ ഒതുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷിർഡിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ വരുന്നത്. ഹിന്ദുക്കൾ വരും, മുസ്ലിങ്ങൾ വരും, ക്രിസ്ത്യൻസ് വരും, എല്ലാവരും വരും. അപ്പോൾ സൂഫിസത്തിൽ ഷിർഡി സായിബാബ ഹസ്രത്ത് ഷിർഡി സായിബാബ എന്നാണ് പറയുന്നത്. ഹിന്ദുയിസത്തിൽ ഒരു അവതാരം ദത്താത്രേയ, ശിവ അംശമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ, അതായത് ആ ഒരു ഗുരുവിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് കിട്ടും. അതാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനകൾക്കും നമ്മളുടെ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥനകൾക്കുള്ള മറുപടിയും ആത്മീയമായിട്ടുള്ള ഗൈഡൻസും കിട്ടും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ സ്പിരിച്വാലിറ്റിയുടെയും ഒരു ഗ്രേസ് ഷിർഡി സായിബാബയുടെ ഗൈഡൻസ് ആണ് എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഷിർഡി സായിബാബയാണ് എൻ്റെ ഗുരു. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഷിർഡി സായിബാബയുടെ ക്ഷേത്രമുണ്ട്. ഇതെല്ലാം വെറുതെ എനിക്ക് പണ്ട് ഷിർഡി സായിബാബ ആരാണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ലൈഫിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നതാണ്. ഇപ്പോൾ തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും അതിനൊരു ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യേണ്ടത് ഉപാസന രൂപത്തിലാണ്. അതായത് നമ്മൾ ആ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലൊരു അംഗമാണെന്ന് കരുതണം. അതിപ്പോൾ ആരെയാണെങ്കിലും, ഏതൊരു ഗുരുവിനെ ആണെങ്കിലും. അപ്പോൾ ആ വീട്ടിലൊരു അംഗമാണെന്ന് കരുതി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? റെസ്പോൺസ് അതേപോലെ തന്നെ വരും. കാരണം എല്ലാ റെസ്പോൺസും വരുന്നത് ഏകമായിട്ടുള്ള പരബ്രഹ്മത്തിൽ നിന്നാണ്. അതായത് നമ്മുടെ ഒരു ഗൃഹനാഥയോ പോലെ തന്നെ. കാരണം ഗുരു പരബ്രഹ്മത്തിൽ ലയിക്കുമ്പം ഗുരു അതായി മാറും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗുരു സാക്ഷാത് പരബ്രഹ്മം, മന്ത്രം തന്നെ ഇല്ല. അപ്പോൾ പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് റിപ്ലൈ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നത്തില്ല. നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ഗൈഡൻസ് വന്നുകൊണ്ടിരിക്കും. ഒരുപാട് മന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല, പേര് തന്നെ ചാൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഓം സായി, ശ്രീ സായി, ജയ ജയ സായി അങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട്.
അതെല്ലാം ഓം സായി റാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചാൻറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്പർ പോലെയാണ് മന്ത്രം അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് എലിസബത്തിനെ വിളിക്കണമെങ്കിൽ എലിസബത്തിന് ഒരു ഫോൺ നമ്പർ ഉണ്ടാവും, വേറൊരാളുടെ ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എലിസബത്തിനെ കിട്ടാൻ പറ്റും. അതേപോലെ ഓരോ നാമരൂപങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. അതാണ് ആ ഒരു ഗുരുവിൻ്റെ. അപ്പോൾ ഏത് ഗുരുവിനെ ആണെങ്കിലും, ഷിർഡി സായിബാബയാണ് എൻ്റെ ഗുരു, ഏതൊരു ഗുരുവിനെ ആണെങ്കിലും, ഇപ്പോൾ ജീസസ് ആണെങ്കിലും ബുദ്ധനാണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും പ്രവാചകനാണെങ്കിലും എല്ലാവരും ഇവരെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സൂഫിസത്തിൽ പ്രവാചകനെ ഗുരുവായിട്ട് കാണുന്നുണ്ട്. പ്രവാചകനെ എന്താ പറയുക, ഇൻവോക്ക് ചെയ്യാനുള്ള മന്ത്രങ്ങളുണ്ട് സൂഫിസത്തിൽ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല, സൂഫി വിഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ചൈതന്യം ഉണ്ടാവും. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പോലും ഒരു പർട്ടിക്കുലർ ഇതിൽ ഒരു പുള്ളിക്കാരുടെ എന്താ പറയുക, നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഇതിലിപ്പോൾ ആദ്യ കാളി ഭക്തനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിയെ ഭജിച്ചിട്ടാണ് ബോധോദയം ലഭിച്ചത്. അവസാനം കാളി അതിനു മേലെ പോയി എന്താ പറയുക, അദ്വൈത അവസ്ഥയിൽ വന്നതാണ്. അതിനുശേഷം പുള്ളി എന്താണ് ചെയ്തത്? അതിനുശേഷം ശ്രീരാമകൃഷ്ണദേവൻ ക്രിസ്തീയ വിശ്വാസം കാണിച്ചു കൊടുത്തു ആൾക്കാർക്ക്, ക്രിസ്തുവിനെ ഭജിച്ചു. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ ദേവൻ പറഞ്ഞത്, ആ കളിയെ ഭജിച്ചപ്പോൾ എന്താണോ അനുഭവം ഉണ്ടായത് അത് സെയിം അനുഭവം തന്നെയാണ് ക്രിസ്തുവിനെ ഭജിച്ചപ്പോഴും എനിക്ക് കിട്ടിയത്. അതിനുശേഷം പുള്ളി വഹദത്തുൽ വജൂദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദീക്ഷ, സൂഫി ഇനീഷ്യേഷൻ എടുത്തു, സൂഫി മാസ്റ്റർ. പൂർണ്ണമായിട്ടും പ്രവാചകന്റെ ചിന്തയിലും പരബ്രഹ്മത്തിന്റെ ചിന്തയിലുമാണ്, അള്ളാഹുവിന്റെ ചിന്തയിലും. അപ്പോൾ പറയപ്പെടുന്നത് ഒരു ദർശനം ഉണ്ടായി പ്രവാചകന്റെ എന്നാണ് പറയപ്പെടുന്നത്. അതായത് അദ്ദേഹം ഗുരുക്കന്മാരിലൂടെ ഒരു യാത്ര നടത്തി. അതെ, അത് പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ പാതകളും ഒരേ ഡെസ്റ്റിനേഷനിലാണ് എത്തുന്നതെന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ഒരു ഡ്രാമ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ പുള്ളിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശിഷ്യന്മാരെയും ഇനി വരുന്ന തലമുറയെ അത് പഠിപ്പിച്ചു കൊടുക്കാനാണ്. അത് ഒതന്റിക് ആയിട്ടുള്ള രാമകൃഷ്ണ മിഷന്റെ ടെക്സ്റ്റുകളും അതേപോലെ അവിടുത്തെ മോങ്സിന്റെ ഒക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിവരങ്ങൾ കിട്ടും. ഇപ്പം എന്തുകൊണ്ടോ ഈ വിവരങ്ങളൊന്നും അത്ര പോപ്പുലർ അല്ല. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഒരു ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇമേജോ ആവശ്യമാണെന്ന് തന്നെയാണ്. ആവശ്യമാണ്, ഗുരു ആവശ്യമാണ്. ഗുരു ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാട്ടിലൂടെ, ഇപ്പോൾ ഷിർഡി സായിബാബയുടെ ഒരു ടീച്ചിങ് ആണ്, നിങ്ങളൊരു കാട്ടിലൂടെ പോവുകയാണെങ്കിൽ, തനിയെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ പുലി ഉണ്ടാവും, സിംഹം ഉണ്ടാവും, ചിലപ്പോൾ നമ്മളെ പിടിച്ചു നിന്നു വരാം. പക്ഷെ ഓൾറെഡി ആ കാട്ടിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അവിടുത്തെ വഴി അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ അവിടെ തന്നെ വസിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ പുലിയുടെയും ഇതിൻ്റെ ഒന്നും ഇതാക്കാതെ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനെയാണ് ഗുരു, വഴികാട്ടിയാണ്. വഴികാട്ടി ഗുരുവിനെ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പൂജിച്ചിട്ട് കാര്യമില്ല. ഗുരു പറയുന്ന ടീച്ചിങ്ങും കൂടെ കേൾക്കണം, അത് ഫോളോ ചെയ്യണം. ചില ആൾക്കാർ ഇപ്പോൾ ഗുരുവിനെയും പല ദേവന്മാരെയൊക്കെ പൂജിച്ചിട്ട് വീട്ടിൽ വന്ന് ഭാര്യ തല്ലും. അപ്പോൾ അവർ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും കണക്ഷൻ ഉണ്ടാവില്ല. ഫോളോ ചെയ്യുമ്പോഴാണ് കണക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ ഈ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു ചൈതന്യം, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളില്, അതെ. പക്ഷെ നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ നമുക്ക് കാട്ടിത്തരാൻ ചില ഒരു എക്സ്റ്റേണൽ എന്താ പറയുക, ഒരു സ്റ്റിമുലേറ്റ്, ഒരു ഹെൽപ്പ് വേണ്ടി വരും ചില മിക്ക കേസിലും. ഓരോരുത്തരുടെ മുൻ ജന്മം അനുസരിച്ചിരിക്കും. എന്തുകൊണ്ടാണ് അതങ്ങനെ എല്ലാവർക്കും അത് കിട്ടാത്തത്? അത് കർമ്മത്തിന്റെ ആണ്, കാർമിക്കാണ്. അത് കിട്ടാത്തത് കാർമിക്കാണ്, അത് കിട്ടുന്നതും കാർമിക്കാണ്. കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടുന്നത് അവർ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടുന്നത്. പക്ഷെ ഗുരു നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല. നമ്മൾ എല്ലാ ജന്മങ്ങളിലേക്കും എന്താ പറയുക, ഗൈഡൻസ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഉയർന്ന തലത്തിലുള്ള ബോധോദയം ലഭിച്ച ഗുരുക്കന്മാരെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം എന്താണ്, എൻലൈറ്റൻഡ് അല്ലാത്ത ആൾക്കാരെ നമ്മൾ ആൾദൈവം എന്ന് പറയും. അവരെ നമ്മൾ ഇൻവോക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതായത് ഹൈ കോൺഷ്യസ്നെസ്സിൽ എൻലൈറ്റൻഡ് ആയവരെ മാത്രമാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുക, അവരെ വർഷിപ്പ് ചെയ്യാം, അവരെ കണക്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ ഒരുപാട് ഗുരു എന്ന പേരിൽ വരുന്ന ഒരുപാട്, ഇപ്പോൾ ശിഷ്യന്മാരെക്കാളും ഗുരുക്കന്മാരാണ് കൂടുതൽ. അപ്പോൾ
നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഗുരുവിനെ തിരഞ്ഞെടുക്കണം. നമുക്ക് ഗുരു നമുക്ക് ഫിസിക്കലി വേണമെന്നില്ല. സമാധിയായിട്ടുള്ളൊരു ഗുരുവിനെയും കണക്ട് ചെയ്യാം അല്ലേ? എത്രയോ നമുക്ക് എല്ലാ മതത്തിലും അത് കാണാൻ പറ്റും. അതായത് അതൊരു എനർജിയാണ്. ആ എനർജി നമുക്ക് ഗുരുവിന് അതിസൂക്ഷ്മ ശരീരത്തിലൂടെ റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഗുരുവിലുള്ളതെന്ന് പറയുന്നത് ഒരു വിശ്വാസമല്ല, അനുഭവമാണ്. ഗുരുവിൽ നമ്മൾ കണക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഗുരുക്കന്മാരെ പൂജിക്കുന്ന എല്ലാവരും നമുക്ക് ആ ഒരു കണക്ഷൻ, ആ ഒരു അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പോൾ ജീസസിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഷിർഡി സായിനെ ആണെങ്കിലും ബുദ്ധനെ ആണെങ്കിലും എല്ലാവരും. അതെ അതെ, എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഗുരുവിനെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.